അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരാതി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ക്ലാസ് ഉണ്ട്, കോളേജിൽ പോകണം. അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കോളേജിൽ പോകാം. കോളേജും കാണിച്ചാൽ കോളേജിലെ ചെറിയ വിശേഷണം കാണിക്കാം. അപ്പോൾ ഇസ്മി ഷാരു, വെൽക്കം ടു ഷാരോൺസ് ബ്ലോഗ്. അപ്പോൾ കോളേജിൽ പോകാൻ റെഡിയായി. അധികം ഒരുക്കങ്ങളൊന്നുമില്ല. ഇത് പുറത്ത് നല്ല മഴയാണ്. ഇവിടെ കുട എടുത്ത് പോകാൻ സാധിക്കില്ല. ചിലപ്പോൾ കാറ്റടിച്ച കുട നമ്മളെ കൊണ്ട് പോകും. അതുകൊണ്ട് എപ്പോഴും റെയിൻകോട്ട് വിത്ത് ജാക്കറ്റ്. അപ്പോൾ നമുക്ക് പോവാം, റെഡി, ഇറങ്ങാം. പറഞ്ഞ പോലെ തന്നെ പുറത്ത് നല്ല മഴയാണ്. കുട എടുത്തത് കാര്യമില്ല, കാറ്റുമുണ്ട്. നടക്കുക. ഇനി സ്റ്റേഷനിൽ നടന്ന് അവിടുന്ന് ട്രെയിൻ കയറി 2 ട്രെയിൻ കയറണം കേട്ടോ. 2 ട്രെയിൻ കയറി പോകണം പോവാൻ. ബാ നമുക്ക് ഓൺ ദ വേ പോയേക്കാം. സ്റ്റുഡൻറ്റ് വൈസ് എടുത്തിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ഇന്നറിയാം. കാരണം ആ കാർഡ് എടുത്തിട്ട് ഇന്നാണ് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇന്നലെയാണല്ലോ കാർഡ് വന്നത്. അപ്പോൾ ഇന്നാണ് ആ കാർഡ് എടുത്ത് ട്രാവൽ ചെയ്തത്. അപ്പോൾ നോക്കാം എന്തെങ്കിലും സാധാരണ പിടിക്കുന്നേക്കാൾ എന്തെങ്കിലും കുറവ് വരുമല്ലോ. അങ്ങനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് എത്തി. കയ്യിൽ വോയിസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ. ടാപ്പ് ചെയ്യാതെ അകത്ത് കയറുന്നവരുണ്ട് കേട്ടോ. പക്ഷെ പിടി വീണാൽ പണിയാവും. ടാപ്പ് ചെയ്തു അകത്ത് കയറി. നമുക്ക് പോകുന്ന ട്രെയിൻ ഇനി 2 മിനിറ്റ് കൊണ്ട് വരാൻ. ഇവിടെ ഈ മഞ്ഞ ലൈൻ്റെ അപ്പുറം നിൽക്കരുതെന്നൊക്കെ പറയും. പക്ഷെ ആര് കേൾക്കാൻ? ചില സമയത്ത് നമ്മുടെ നാട്ടുകാരെ പോലെ യെസ്, നമുക്ക് പോകുന്ന ട്രെയിനാണതേ വരുന്നത്. ഈ ട്രെയിനെ കയറി ഇവിടെ നിന്ന് കയറി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ജൂബിലി ലൈൻ പിടിച്ചാണ് നമ്മുടെ കോളേജിൽ പോകാൻ. ഈ ട്രെയിനിൻ്റെ ഡോറൊക്കെ ഓട്ടോമാറ്റിക് ഓപ്പൺ, പക്ഷേ ചിലതൊന്നും ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ചെയ്യില്ല. നമ്മൾ പ്രസ് ചെയ്താൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. എന്തോ ഭാഗ്യം കൊണ്ട് കയറി ഇരിക്കാതെ കിട്ടി. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ട്രെയിൻ നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് ഇറങ്ങേണ്ട അടുത്ത സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അവിടുന്ന് ജൂബിലി ലൈൻ പിടിച്ച് കോളേജിലേക്ക്. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നു ലാസ്റ്റ് ജൂബിലി ലൈൻ എത്തിയിരിക്കുകയാണ്. പണ്ട് നാട്ടിലായ സമയത്ത് എനിക്ക് എസ്കലേറ്ററെ കയറാൻ ഭയങ്കര പേടിയാണ്. ഞാൻ കയറിയല്ലേ എസ്കലേറ്ററിൽ. അങ്ങനെ ഇരുന്നപ്പം ഈ കോളേജിൽ പഠിച്ച സമയത്ത് ഇൻറ്റേൺഷിപ്പ് സമയത്ത് എനിക്ക് കേരളയിൽ, ഞാനും എൻ്റെ കുറേ കൂട്ടുകാർ കേരളയിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്. അപ്പം തിരുവനന്തപുരത്തുള്ളൊരു മാളിൽ പോയപ്പോൾ അവന്മാരെന്നെ പിടിച്ച് വലിച്ച് ഇതിലേക്ക് കയറ്റുന്നത്. അതിൻ്റെ മുമ്പൊന്നും ഞാൻ ഈ സ്ഥാനത്ത് കയറിയില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കയറുമ്പം തെന്നിന് താഴെ വീഴും. ഇവിടെ വന്ന് ഇനി ഇതിലേക്ക് കയറുള്ളൂ. ഇനി 5 മിനിറ്റ് നേരത്തോളം ഉണ്ട് അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി. ഓക്കെ, ഇത് അടുത്ത ട്രെയിൻ വന്നു. ഇനി നമുക്ക് ഇതേ കയറി വേണം. കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും ഈ ട്രെയിനെ കയറിയത്. ഇപ്പം നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് തോന്നാടി. ഈ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി മുകളിൽ ചെന്ന് നമുക്കപ്പത്തിന് ഓയിസ്റ്ററൊക്കെ എടുത്ത് നോക്കാം. പുറത്ത് ഇനി ടാപ്പ് ഔട്ട് ഉണ്ട്. ടാപ്പ് ഔട്ട് ചെയ്താൽ നമുക്ക് ഇറങ്ങാം. വീണ്ടും എസ്കലേറ്റർ
അവിടെയാണ് ഇനി ടാപ്പ് ഔട്ട് ചെയ്ത് നമുക്കിനി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. തുറന്നു. ഇനി നമുക്ക് എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് നോക്കണമല്ലോ. ബാലൻസ് ഇതാണ് ബാലൻസ് വെക്കുന്ന മെഷീൻ. ഇവിടെ വന്ന് കാർഡ് വെക്കുക, ചുമ്മാ ടച്ച് ചെയ്യുക, ടച്ച് ചെയ്തിട്ട് ബാലൻസ് കാണിക്കും. 8 രൂപ. വീണ്ടും എസ്കലേറ്റർ. ഇതിറങ്ങി പുറത്തേക്ക് ഇതില്ലെന്നോ കോളേജിന് മുമ്പിലേക്കാണ്. കോളേജിന് മുമ്പിലേക്കല്ല, പിന്നെ വളവത്ത് കൂടി തിരിഞ്ഞാൽ കോളേജിന് മുമ്പിലാണ്. പുറത്തിറങ്ങുകൊണ്ട് എന്താണ്ടേ ആ കാണുന്ന ബിൽഡിംഗ് ആണ് എൻ്റെ കോളേജ്. കണ്ടോ? ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്ത കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. മഴ പെയ്യുന്നത് പോലും നമുക്ക് മനസ്സിലായില്ല. ഇപ്പോൾ വന്ന സമയത്ത് തന്നെ മഴയാണ്. പിന്നെ കോളേജിന് മുമ്പ്, അതായത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മുകളിലിങ്ങനെ ഷെയ്ഡുള്ള കാരണം കോളേജിന് മുമ്പ് വരെ നനയാതെ പോവാം. ഈ കാണുന്ന കെട്ടിടമാണ് എൻ്റെ കോളേജ്. ഇത് മാത്രമല്ല കേട്ടോ, വെറുതെ തന്നെ ഒരു പാർട്ട് അപ്പുറയുണ്ട്. അതുകൊണ്ട് ആ കാണുന്നതും ഈ കോളേജിൻ്റെ ഭാഗത്തിന്. ഞാൻ പഠിക്കുന്ന കോളേജിന് തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മുടെ O2. ഇതിനകത്തുണ്ട് എല്ലാ ഷോപ്പും ഉണ്ട്, തിയേറ്റർ, എല്ലാ പരിപാടിയും. നമ്മുടെ BTS ഒക്കെ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചതിൻ്റെ അകത്താണ്. ഇന്നിപ്പോൾ ക്ലാസ് തുടങ്ങുന്ന 1:30 തൊട്ട് 4 മണി വരെ. നാളെ 9:30 തൊട്ട് 4 മണി വരെ. 2 ദിവസത്തെ ക്ലാസ് ഉള്ളെങ്കിലും കുഴപ്പമില്ല. ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കാണും. എൻ്റെ കൂടെ പഠിക്കുന്ന കുറേ എണ്ണം. അങ്ങനെ കോളേജിന് മുമ്പിൽ വന്ന് ഇനി അകത്ത് കയറാം. പുറത്ത് ഒറ്റ കണ്ടില്ല. എവിടെ പോയി? സാധാരണ എല്ലാം പുറത്തിരിക്കുന്നതാണല്ലോ. അകത്ത് കയറാം. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ക്യാൻറ്റീൻ. പറഞ്ഞ പോലെ തന്നെ മുടിഞ്ഞ കാശാണ്. പുറത്തുള്ള കടയേക്കാളും ഭയങ്കര കാശാണ് അകത്ത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ എല്ലാം ടാപ്പിംഗ് ആണ്. ടാപ്പ് ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. കോളേജെല്ലാം അടിപൊളിയാണ്, സെറ്റപ്പാണ്. പക്ഷേ ഇവർ കൊണ്ടേ വെക്കുന്ന ക്ലാസ് കണ്ടുപിടിക്കാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ കോളേജിലെ കോഴ്സുകൾ മെയിനായിട്ടും ആർട്ട്പരമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് ഡിസൈൻ, പിന്നെ പ്രൊഡക്ഷൻ, സിനിമാറ്റിക്, ക്യാമറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കോഴ്സുകൾ ഈ കോളേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ലോഞ്ച്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നതിൽ മിക്കതാണ് ഇവിടെ കാണും. അപ്പോൾ ആദ്യം പോയി ക്ലാസ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഓക്കെ. അയ്യോ, ഞാൻ നടന്നിറന്ന് അവസാനം ക്ലാസ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഏതാ ക്ലാസ് എന്ന് കാണിക്കണ്ടേ? വാ, ഇവിടെ അങ്ങറ്റത്ത് കാണുന്നതാണ് ക്ലാസ്. ഇതാണ് നമ്മുടെ ക്ലാസ്. മൊത്തം സൈലൻ്റാണ്, ആരും വന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ നിന്നുള്ള ഔട്ട്ലുക്ക് കാണിച്ചു തരാം. നമ്മൾ വന്ന വഴിയാട്ടോ ആ കാണുന്നത്. ബസ് സ്റ്റാൻഡും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുമാണ്. ഇത് നമ്മുടെ O2. ഇന്നെന്തായാലും ഇവിടെ ഇരിക്കണം. ഇവിടെ ഇരിക്കാം. അങ്ങനെ ക്ലാസ് തുടങ്ങി. പകുതി എണ്ണം ടാപ്പ് ചെയ്തിട്ട് പുറത്ത് പോയിട്ടുണ്ട്, പകുതി എണ്ണം അകത്ത് ഇരിപ്പുണ്ട്. പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരെങ്ങനെ അകത്തിരിക്കും, ബാക്കിയെല്ലാം പുറത്തും ഇരിക്കും. ആ മാമാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്രൊഫസർ. പുള്ളിക്കാരത്തി കാണുന്ന പോലെയല്ല, ഭയങ്കര നോളജാണ്. പിന്നെ ജാടയില്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാ കാര്യവും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ക്ലാസ്സിൽ ഇരിക്കേണ്ടവർ മാത്രം ഇരുന്നാൽ മതി എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. മാം ഇൻഡിവിജ്വലായിട്ട് ഓരോ പ്രോജക്റ്റ് തന്നിട്ട് ഇപ്പോൾ ക്ലാസ് കണ്ടില്ല. നേരത്തെ കണ്ടതിൽ പകുതി പിള്ളേരും ക്ലാസ്സിലില്ല. പ്രോജക്റ്റ് കിട്ടി ഇറങ്ങിപ്പോയി. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ അടുത്ത ക്യാബ് പിടിക്കുക, റൂമിൽ പോവുക, ഫുഡ് കഴിക്കുക, കയറി കിടന്ന് ഉറങ്ങാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സ്മീഷാരം സൈനിങ് ഓഫ്. ബൈ.